ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. വാക്ക് പാലിച്ച് ഡിവൈഎസ്പി. സ്കൂളിലെ പാത്രങ്ങളും അരിയും മോഷ്ടിച്ച പ്രതിയെ പിടികൂടി. വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് നിറവേറ്റി പോലീസ്. കൊടുങ്ങല്ലൂർ കോതപറമ്പ് വാസുദേവ വിലാസം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചകപ്പുരയിലെ പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പിടികൂടി. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദും സംഘവും. മോഷണ മുതലും കണ്ടെത്തിയതോടെ കുട്ടികൾ കേരള പോലീസിന് നന്ദി അറിയിച്ചു. മോഷണ വിവരമറിഞ്ഞ് സ്കൂളിലെത്തിയ ഡിവൈഎസ്പിയെ പ്രധാനാധ്യാപിക PR ജ്യോതി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാമിയുടെ ഡയറിക്കുറിപ്പ് കാണിക്കുകയായിരുന്നു. ഞങ്ങളെ പട്ടിണിയിലാക്കിയ കള്ളനെ കിട്ടിയാൽ ജയിലിലിടണം എന്നായിരുന്നു കുട്ടിയുടെ ഹൃദയസ്പർശിയായ കുറിപ്പ്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കള്ളൻ കയറി അരിയും പാത്രങ്ങളുമെല്ലാം കൊണ്ടുപോയി. ഞങ്ങളെ പട്ടിണിയാക്കിയ കള്ളനെ കിട്ടിയാൽ വിലങ്ങു വിച്ച് ജയിലിലിടണം. ഇത് വായിച്ച ഡിവൈഎസ്പി വിദ്യാർത്ഥികളെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. മക്കളെ, ഈ കള്ളനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോലീസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഇത് എൻ്റെ വാക്കാണ് എന്ന് ഉറപ്പു നൽകി. ഞാനും എൻ്റെ പോലീസ് പാർട്ടിയും അന്വേഷണത്തിനായിട്ട് ഇവിടെ വന്ന സമയത്ത് കുട്ടികളുമായി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അന്വേഷണത്തിന് വന്നപ്പോഴാണ് 2ാം ക്ലാസ്സിലെ ശിവാമി എഴുതിയ ഒരു ഡയറി ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കുട്ടിയുടെ മനസ്സിലും മറ്റുള്ള എല്ലാവരുടെ കുട്ടികളുടെ മനസ്സിലും കള്ളനെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ സാധിപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു. അത് പോലീസിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടും കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടും 5ാമത്തെ ദിവസം 15ാം തീയതി മോഷണം നടന്നു. 20ാം തീയതി തന്നെ നമുക്ക് മോഷ്ടാക്കളെ പിടിക്കാൻ പറ്റി. മോഷണം മുതൽ കണ്ടെടുത്തു. എല്ലാവിധ സഹായങ്ങളും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കള്ളനെ പിടിച്ചതിൽ അതിയായ സന്തോഷം പോലീസിനും അതുപോലെ കുട്ടികൾക്കും, പ്രത്യേകിച്ച് കള്ളനെ പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഡയറി എഴുതിയ ശിവാമിക്കും പോലീസിൻ്റെ 1000 അഭിനന്ദനം. അധ്യാപകർക്കും സമാനമായ ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ കേസിലെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിയായ താജുദ്ദീനാണ് പിടിയിലായത്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായുള്ള അരിയും പാചകത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ചതിൽ ഇയാൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഇയാളുടെ സ്ക്രാപ്പ് ഗോഡൌണിന് പിന്നിലെ സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച നിലയിൽ മോഷണം പോയ പാത്രങ്ങൾ പോലീസ് കണ്ടെത്തി. ഗോഡൌണിൽ ജോലി ചെയ്തിരുന്ന മറ്റ് 3 അസം തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് പ്രതിയെ പിടികൂടുകയും മോഷണം മുതൽ വീണ്ടെടുക്കുകയും ചെയ്ത പോലീസിന്റെ നടപടി സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും അഭിനന്ദനം നേടി. കുട്ടി കള്ളൻ വന്നതിൻ്റെ അന്ന് എഴുതിയ ഡയറി പിറ്റേ ദിവസം കാണിച്ചപ്പോൾ കള്ളനെ കിട്ടിയാൽ കൈയും കാലും തല്ലിയൊടിക്കണം എന്നായിരുന്നു എഴുതിയിരുന്നത്. അവളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് എഴുതിയതാവാം. അപ്പോൾ ഞാനത് കുറച്ച് നന്നായി എഴുതാൻ വേണ്ടി ഒന്ന് തിരുത്തി കൊടുത്തു. കള്ളനെ കിട്ടിയാൽ വിലങ്ങ് വെച്ച് ജയിലിലിടണം എന്നെഴുതാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് വിദ്യാലയത്തിലെ അരിയും പാത്രങ്ങളൊക്കെ മോഷണം പോയത്. അന്ന് തന്നെ പോലീസ് ഊർജിതമായി അന്വേഷണം തിരച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമവും അമ്പരപ്പും തോന്നിയ ദിവസമായിരുന്നു അന്ന്, ഞങ്ങളെപ്പോലെ തന്നെ കുട്ടികൾക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു കുട്ടിയായ ശിവാമി ഒരു ഡയറി എഴുതിയതും അവളുടെ ഒരു ഉള്ളിലുള്ള വികാരമാണ് ആ ഡയറിയിലൂടെ പുറത്തു വന്നത്. അത് ഡിവൈഎസ്പി സാർ അത് വായിക്കാനിട വരികയും അദ്ദേഹം ആ കുട്ടിയുടെ മനസ്സിൻ്റെ വികാരമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു 5 ദിവസത്തിനുള്ളിൽ കള്ളനെ പിടിക്കുകയും എല്ലാ സാധനങ്ങളും തിരിച്ച് ഏൽപ്പിക്കാനും
സാധിക്കും. പ്രത്യേകിച്ച് ശിവാമിയുടെ ഡയറിക്കുറിപ്പിന് പിന്നാലെ നൽകിയ ഡിവൈഎസ്പിയുടെ ഉറപ്പ് യാഥാർത്ഥ്യമായത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസവും സന്തോഷവും സമ്മാനിച്ചു. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യം ഉയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.